ഹായ്. നമ്മുടെ ഈ റഷ്യൻ ഇൻ്റലിജൻസ് സർവീസസിലെ സൈബർ വിങ് ഉണ്ടല്ലോ, അവർക്ക് 3 ഡിവിഷനാണുള്ളത്. ഒന്നാമത്തേത് ഈ മെയിൻ ഇൻ്റലിജൻസ് ഡയറക്ടറേറ്റ്. ഈ മെയിൻ ഇൻ്റലിജൻസ് ഡയറക്ടറേറ്റിന് റഷ്യൻ ലാംഗ്വേജിൽ പറയുന്നത് ഗ്ലാവനോയ് റാസ്വെതി വെത്തൽനോയ് ഉപ്രവെൽനി എന്നാണ്. ഈ ഗ്ലാവനോയ് റാസ്വെതി വെത്തൽനോയ് ഉപ്രവെൽനിയുടെ ഷോർട്ട് ഫോമാണ് GRU. ഈ മെയിൻ ഇൻ്റലിജൻസ് ഡയറക്ടറേറ്റിൻ്റെ പേര് അപ്പം അവർ GRU എന്നാണ് വെച്ചിരിക്കുന്നത്. ഇതിൽ 2 ഡിവിഷനുണ്ട്. ഫസ്റ്റ് ഫീൽഡ് പോസ്റ്റ് 26165 രണ്ടാമത്തേത് ഫീൽഡ് പോസ്റ്റ് 74455 ആണ്. ഈ ഫീൽഡ് പോസ്റ്റ് 26165 കീഴിലുള്ള ടീംസാണ് ഈ APT-28 ഫാൻസി ബെയർ പോലുള്ള ടീമുകൾ. രണ്ടാമത്തേതായ ഈ ഫീൽഡ് പോസ്റ്റ് 74455 കീഴിലുള്ള ആൾക്കാരാണ് ഈ നമ്മുടെ ഇന്നത്തെ വിഷയമായ APT-44 അഥവാ സാൻബോം എന്നുള്ള പേരുള്ളതാണ്. ആ ഒരു ടീമാണ്. പിന്നെ രണ്ടാമത്തെ ഡിവിഷനാണ് ഈ നമ്മുടെ ഈ ഫോറിൻ ഇൻ്റലിജൻസ് സർവീസസ് നോക്കുന്ന SPR എന്ന് പറയുന്ന ടീം. അതിൻ്റെ കീഴിൽ വരുന്ന ആൾക്കാരാണ് ഈ APT-29 അല്ലെങ്കിൽ കോസി ബെയർ എന്നൊക്കെ പറയുന്ന ടീമുകൾ. പിന്നെ മൂന്നാമത്തെ ഡിവിഷനായ ഈ ഫെഡറൽ സെക്യൂരിറ്റി സർവീസസ് FSB. ഈ FSB എന്താണെന്ന് വെച്ചാൽ ഇവരുടെ മെയിൻ പരിപാടി ഈ റേഡിയോ ഇലക്ട്രോണിക് ഇൻ്റലിജൻസ് കളക്ട് ചെയ്യാനുള്ളത്. അതായത് നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ ഈ ഫോൺ ചോർത്തൽ പരിപാടികളൊക്കെയാണ്, കമ്മ്യൂണിക്കേഷനാണ് ഇവരുടെ കമ്മ്യൂണിക്കേഷൻ ചോർത്തുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ പരിപാടി. ഓക്കെ, അപ്പം ഈ പേരുകളുണ്ടല്ലോ, ഈ APT-29 ഈ APT-29 മൈക്രോസോഫ്റ്റ് വിളിക്കുന്ന പേര് മിഡ് നൈറ്റ് ബ്ലിസാർഡ് എന്നാണ്. അതേപോലെ ഈ FSBയിലുള്ള ടീമാണ് ഡ്രാഗൺ ഫ്ലൈ TG4192 എന്നൊക്കെ പറയുന്ന ടീം. മാൻഡിയൻ്റ് സ്ഥിരമായിട്ടൊരു പേര് കൊടുക്കാറുള്ള ഒരു അഡ്വാൻസ് പെർസിസ്റ്റൻറ്റ് ത്രെറ്റ്, പിന്നെ ഒരു നമ്പറും കൊടുക്കും. അപ്പോൾ ഈ നോമൻക്ലേച്ചറിലൊന്നും വലിയ കാര്യമില്ല. എന്താ സംഗതി വെച്ചാൽ ഇവർ ഈ മിഡ് നൈറ്റ് ബ്ലിസാർഡ്, ഡ്രാഗൺ ഫ്ലൈ, സാൻബോം എന്നൊക്കെ വിളിക്കാൻ കാരണം എന്താ വെച്ചാൽ ഈ ഒരു അറ്റാക്ക് മെത്തേഡ് അനലൈസ് ചെയ്യുമ്പോൾ ഈ അനലൈസ് ചെയ്യുന്ന ഈ അനലിസ്റ്റ് ഉണ്ടല്ലോ, അയാളുടെ ഇമോഷൻസിനനുസരിച്ചും പിന്നെ ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു എന്താ പറയുക, അവർ വന്ന വഴിയൊക്കെ വെച്ച് നോക്കുമ്പോണ്ടല്ലോ നമ്മുടെ ഒരു ക്യാരക്ടറൈസേഷൻ അതിലും കൊടുക്കും. ഒരു ഐഡിയലിസം എന്നൊക്കെ പറയും പോലെ ഒരു ആനിമൽ ക്യാരക്ടറിനൊക്കെ പേര് കൊടുക്കും ഇവർ. ഡ്രാഗൺ ഫ്ലൈ, കോസി ബിയർ, ഫാൻസി ബിയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇമോഷണലി ഒരു ക്യാരക്ടറൈസേഷനാണ്. ഇവരെ വർക്ക് കണ്ടിട്ടുള്ളൊരു ഇമ്പ്രസ്ഡ് ആയിട്ട് കൊടുക്കുന്ന ഒരു പേര് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഈ 2014 ജോൺ ഹാൽക്വിസ്റ്റ് മാൻഡിയൻ്റിൽ വർക്ക് ചെയ്തിരിക്കുമ്പോൾ ഈ APT-44 ഈ സാൻബോം എന്നുള്ള പേര് കൊടുക്കുന്നത്. ഫസ്റ്റ് വന്ന പേര് സാൻബോം എന്നാണ്. ഈ 2024 ഏപ്രിലാണ് ഈ മാൻഡിയൻ്റ്, അതായത് ഗൂഗിളിൻ്റെ സബ്സിഡറി കമ്പനിയാണ് ഈ മാൻഡിയൻ്റ്. ത്രെഡ് റെസ്പോൺസ് ടാലോസൊക്കെ പോലുള്ള ടീമാണ്. ഈ ജോൺ ഹാൽക്വിസ്റ്റ് ഇവരെ ഈ സാൻബോം എന്നുള്ള പേര് വിളിക്കുന്നത്. ഈ APT-44 അഥവാ സാൻബോം ഈ ബാക്കിയുള്ള ടീമായിട്ട് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, അതായത് എങ്ങനെ മുന്നിട്ട് നിൽക്കണമെന്ന് ചോദിച്ചാൽ ഇവരുടെ ടാർഗറ്റ് ഒരു വൈഡ് സ്പെക്ട്രം ഓഫ് ടാർഗറ്റാണ്. അതായത് പല രാജ്യങ്ങളിലുള്ള ഗവൺമെൻറ്റുകൾ, ഡിഫൻസുകൾ, ട്രാൻസ്പോർട്ടേഷൻ, എനർജി, NGOs, സോഷ്യൽ ഓർഗനൈസേഷൻ, അതായത് കോർപ്പറേഷൻസ്, ഇവരുടെ ഒരു വൈഡ് റേഞ്ച് ഓഫ് ടാർഗറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയ്ക്ക് വെറൈറ്റി ടാർഗറ്റുകൾ ഈ APT-29 28 ചെയ്യുന്നില്ല. അതായത് ഇവർ APT-29 28 എസ്പിനേജ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇത്രയും എന്താ പറയുക, വെറൈറ്റി ഓഫ് ടാർഗറ്റ്സ് പല ഡിവിഷനുകളിലുള്ള ഈ ആൾക്കാരാണ് ഇവരെ ടാർഗറ്റ് ചെയ്യുന്നത്. ഇവരുടെ വർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ട്രംപിൻ്റെ ഇലക്ഷൻ ഓർമ്മയില്ല എല്ലാവർക്കും? അന്ന് അയാൾ ജയിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു റഷ്യൻ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, റഷ്യയുടെ സ്പിയർ ഫിഷിംഗ് ക്യാമ്പയിനുകൾ ഒരുപാട് നടന്നിട്ടുണ്ട്, അതുകൊണ്ടൊക്കെയാണ് ട്രംപ് ജയിച്ചതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്താ കാര്യം വെച്ചാൽ ഈ റഷ്യക്ക് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പറ്റിയ ഒരാളെ വേണം എപ്പോഴും അവരുദ്ദേശിക്കുന്ന രാജ്യങ്ങളിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പം ട്രംപ് എപ്പോഴും ഒരു ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കണമെങ്കിലും എല്ലാവരുമായിട്ടൊരു സമാധാനപരമായിട്ടുള്ള ഒരു നീക്കമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഇറാനായിട്ട് പോലും അയാൾ സന്ധി സംഭാഷണത്തിൽ ഏർപ്പെട്ടു. വേറെ ആരും അത് ചെയ്തിട്ടില്ല.
സൗദി ഇറാനിൽ പോയി, ഇസ്രയേലിൽ പോയി, ഒക്കെ ട്രംപിൻ്റെ ടൈമിലുണ്ടായതാണ്. അപ്പം റഷ്യ ഇതിനെ ബാക്ക് ചെയ്യുന്നുണ്ട്. കാരണം റഷ്യക്കെതിരായിട്ട് ഒരിക്കലും ഇയാളിത് ചെയ്യും, ലൈക്ക് ഒരു യുദ്ധം എന്ന രീതിയിൽ ഒരിക്കലും ഇയാൾ എന്നൊരു മുമ്പോട്ട് പോകാത്ത ഒരാളായതുകൊണ്ട് ഇവർ ഈ സ്പിയർ ഫിഷിംഗ് ക്യാമ്പയിന് APT44 ഏൽപ്പിച്ചു എന്ന് കേൾക്കുന്നുണ്ട്. കറക്റ്റായിട്ടൊരു പ്രൂഫോ ഒന്നും ഉണ്ടായിട്ടില്ല. അതേപോലെ 2014 ഇമ്മാനുവൽ മാക്രോണിലെ നമ്മുടെ ഫ്രാൻസിൻ്റെ പ്രസിഡൻ്റ് ഉണ്ടായിരുന്നു, മൂപ്പര് ഇലക്ഷൻ്റെ ടൈമിൽ APT44 നല്ലോണം ഇടപെട്ടിട്ടുണ്ട്. സ്പിയർ ഫിഷിംഗ് ക്യാമ്പയിൻ തന്നെയായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഈ മാക്രോണിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ, അതായത് ഈ മാരീൻ ലീപ്പൻ എന്ന് പറയുന്ന ഈ ഓപ്പോസിഷൻ ലീഡർ, അദ്ദേഹത്തിന് ഈ ഒരു പ്രോ ക്രെംലിൻ ആയിട്ടുള്ള ഒരാളായിരുന്നു. ഒരുപാട് സാമ്പത്തിക സഹായമൊക്കെ റഷ്യയുടെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ പറ്റുന്നത്. നമ്മുടെ ഈ ബ്ലാക്ക്ബെറി, മാൻഡിയൻ്റെ ഒക്കെ പോലുള്ള കമ്പനികളുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് ഇങ്ങനെ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് പുറത്തു വന്നത്. അപ്പം അങ്ങനെ റഷ്യൻ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഉള്ള ഒരു ആക്ടിവിസ്റ്റ് ഗ്രൂപ്പാണ്, റഷ്യൻ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അവരുടെ ഒരു ആക്ടിവിസ്റ്റ് ഗ്രൂപ്പാണ് ഈ APT44. ഇന്ത്യൻ സൈഡിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്കെതിരെ മാലദ്വീപ്സുകാർ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി എന്നുള്ള അപകീർത്തിപരമായ പരാമർശങ്ങൾ ഒരുപാടുണ്ടായപ്പോൾ നമ്മുടെ സൈബർ ടീം ഒരുപാട് അവരുടെ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യലും അങ്ങനത്തെ ഓരോ പരിപാടികളൊക്കെ പാകിസ്ഥാനിലും ചൈനയും സ്ഥിരം ചെയ്യുന്നതാണ്. പക്ഷേ എങ്ങനെ നോക്കിയാൽ അതൊരു സൈബർ ക്രൈമാണ്. പക്ഷേ ഇന്ത്യൻ താല്പര്യങ്ങൾ സംരക്ഷിച്ചു എന്നുള്ളൊരു ചായ്വ് എപ്പോഴും ജനതയ്ക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ആക്ടിവിസം എന്ന ഒരു പദം ഞാൻ യൂസ് ചെയ്തത്. എങ്ങനെ നോക്കിയാലും അതൊരു ക്രൈം തന്നെയാണ്. ഓക്കെ, പിന്നെ ഈ ഇതേപോലെ രീതികൾ ഇലക്ട്രൽ സിസ്റ്റത്തിൽ മാൽവെയർസ് കടത്തി വിട്ടിട്ട് ലൈക്ക് സെൻസിറ്റീവ് ഇൻഫർമേഷൻ പുറത്തു വിടുക എന്നുള്ളത്. സെൻസിറ്റീവ് ഇൻഫർമേഷൻ പുറത്തു വിടുക എന്ന് പറയുമ്പോൾ ശരിക്കും അത് ഒറിജിനൽ ഡാറ്റ ആണെന്ന് യാതൊരു നിർബന്ധവുമില്ല. പുറത്തു വിടുന്ന ടൈമിൽ ആ ഡാറ്റ മാൽഫോം ചെയ്തിട്ട് ഒരു ലീഡർക്കെതിരെ തിരിക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു ആയുധമാക്കാൻ പോലും ഇതിന് പറ്റും. അതായത് ഇപ്പോൾ ജനങ്ങൾ ഇത് കേൾക്കുമ്പോൾ എന്താ, ഇത്രയും കാലം ഒളിപ്പിച്ച് വെച്ചൊരു സെൻസിറ്റീവ് ഡാറ്റ പുറത്ത് വിട്ടുമെന്ന് മാത്രമേ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അവർ ഈ ഡാറ്റ മാൽഫോം ചെയ്തതാണെന്ന് ഒരിക്കലും ജനങ്ങൾ വിശ്വസിക്കില്ല. അപ്പം ആ മാൽഫോം ചെയ്തിട്ടൊരു ഡാറ്റ ഇറക്കുകയാണെങ്കിൽ, അതായത് ഈ സെൻസിറ്റീവ് ഡാറ്റ ഇങ്ങനെ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് കാണിച്ചിട്ട് ഇങ്ങനെ ഒരു ഡാറ്റ കിട്ടിയെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ പിന്നെ ആ ലീഡർ ജയിക്കാൻ സാധ്യത കുറവാണ്. ഒരു രാജ്യത്തിനെതിരെ നല്ലൊരു ഒരു ലീഡറെ കിട്ടേണ്ടത് ഇല്ലായ്മ ചെയ്യപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പം അതൊരു നല്ല കാര്യം, ഒരിക്കലും രാജ്യത്തിന് നല്ല കാര്യമല്ല, ഒരു ക്രൈം തന്നെയാണ്. ഇവരുടെ വർക്ക് അങ്ങനെ പലതരത്തിലുള്ള ഈ നല്ല രസകരമായ പരിപാടികൾ ഇഷ്ടംപോലെ ഉണ്ട്. അതിലൊന്ന് ക്രെഡൻഷ്യൽ തെഫ്റ്റാണ്. ഈ മെയിൽ സെർവർ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, പബ്ലിക് മെയിൽ സെർവർ പ്ലാറ്റ്ഫോമായ എക്സിമും ഈ സിംബ്ര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ മെയിൽ സെർവർ പ്ലാറ്റ്ഫോംസിലൊക്കെ കയറി ക്രെഡൻഷ്യൽ തെഫ്റ്റ് നടത്തുന്നത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. പിന്നെ ഞാൻ ഹാക്കേഴ്സിനെ പറ്റി പറഞ്ഞു. പക്ഷേ ചില സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ പോലും നമ്മുടെ നാഷണലിസം അത് തെറ്റാണെന്ന് സമ്മതിക്കില്ല എന്നുള്ളൊരു സ്ഥിതി വരാറുണ്ട്. അപ്പം ചിലപ്പോൾ ആ തെറ്റിനെ പോലും ഈ ഹാക്കേഴ്സ് കൂടുതൽ പരിപോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു രീതി കണ്ടുവരാറുണ്ട്. അതായത് ഈ 2014 ഒളിമ്പിക്സിൽ ഈ റഷ്യൻ അത്ലറ്റ്സ് ഉണ്ടല്ലോ, അവർ ഈ ഉത്തേജക മരുന്ന് യൂസ് ചെയ്തിട്ട് ഒരുപാട് മെഡൽസൊക്കെ നേടി. അവർ ആൻറ്റി ഡോപ്പിംഗ് ടെസ്റ്റുകൾ പോലും പാസ്സായി നെഗറ്റീവായിട്ട് വന്നു. അതായത് അവരൊന്നും പിടിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ അതിന് ശേഷം മെഡലുകളൊക്കെ കിട്ടിയതിന് ശേഷം ഈ ഒളിമ്പിക്സ് കമ്മിറ്റിക്ക് മനസ്സിലായി ഇങ്ങനെ ഈ ടെസ്റ്റുകളൊക്കെ ഫെയിലാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടാണ് ഇവർക്ക് മെഡൽ കിട്ടിയതെന്നുള്ളത് ഈ ഒളിമ്പിക് കമ്മിറ്റിക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഒളിമ്പിക് കമ്മിറ്റി എന്താ ചെയ്തത് വെച്ചാൽ 2018 ഈ ഒളിമ്പിക്സ് ഈ നടക്കുന്ന ഒളിമ്പിക്സിൽ പ്യോങ്ചാങ്ങിൽ നടക്കുന്ന ഒളിമ്പിക്സിൽ വിൻ്റർ ഒളിമ്പിക്സ് അതിൽ ഇവരെ റഷ്യനെ വിലക്കി. അത്ലറ്റ്സ് വേണ്ടെന്ന് തീരുമാനിച്ച്, അതായത് മൊത്തത്തിൽ വേണ്ടാന്ന് തീരുമാനിച്ചതല്ല, ഉത്തേജക മരുന്ന് യൂസ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ള അത്ലറ്റ്സിന് ഒരു ഭാവി നശിപ്പിക്കേണ്ട എന്നുള്ള രീതിയിൽ കുറച്ച് പേർക്ക് അതൊക്കെ ഉറപ്പുള്ള ആൾക്കാർക്ക് വന്ന് പങ്കെടുക്കാമെന്ന് പറഞ്ഞു. അപ്പം റഷ്യക്ക് ഇത് ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഒരു നാണക്കേടായി. അപ്പോൾ ഈ APT44 ഈ ഒരു ആക്ടിവിസം രീതി എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ, ഈ 2018 ഈ വിൻ്റർ ഒളിമ്പിക്സിൻ്റെ ഈ ഉദ്ഘാടന ചടങ്ങുണ്ടല്ലോ,
അതായത് ഒരുപാട് പരിപാടികൾ നടക്കും, കോടികൾ പൊട്ടിക്കുന്ന ഒരു പരിപാടിയാണ്. അതിലേക്ക് ആ പരിപാടി കുളമാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇറങ്ങി. ഒരു ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഒന്ന് ആലോചിക്കേ. ഒരു 10,000 PCs, ഒരു 20,000 മൊബൈൽ ഡിവൈസസ്, ഒരു 6,000-7,000 വൈഫൈ റൗട്ടേഴ്സ്. കാരണം അത്രയും സ്റ്റേഡിയമുകളൊക്കെയാണ് ഇവർ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കീഴിൽ കൊണ്ടുവരുന്നത്. ലൈക്ക് ഹൺഡ്രഡ്സ് ഓഫ് സെർവേഴ്സ് വരെ ഡാറ്റാ സെൻറ്ററിലുണ്ടാവും. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും ഒരു മൊബൈൽ ആപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ടിക്കറ്റ് എടുക്കാനുള്ള ആപ്പിലൂടെയാണ് എടുക്കുന്നത്. പിന്നെ ഈ RFID ക്ലിയർ ചെയ്തിട്ട് വേണം ഗേറ്റ് പാസ് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കീഴിൽ വരും. അപ്പം നമ്മുടെ ഈ ലാസ്റ്റ് ടൈം സിഡ്നി ഒളിമ്പിക്സിൽ സിസ്കോയുടെ ഒരു കണക്കുണ്ടായിരുന്നു, ഇത്ര സെക്കൻഡിൽ ഇത്രയും അറ്റാക്കുകൾ കാണാൻ ഓരോ സെക്കൻഡ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ മേൽ വന്നിരുന്നത് എന്നൊക്കെ. അപ്പം ഈ APT44 ഈ 2018 ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങ് എങ്ങനെയെങ്കിലും പൊളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ഇവർ കണ്ടെത്തിയ വഴി എന്ന് പറഞ്ഞാൽ, ഇവർക്ക് ഒരു തേർഡ് പാർട്ടി വെണ്ടർ ഉണ്ടായിരുന്നു, ഒരു കോൺട്രാക്ടർ. അവർ സെർവേഴ്സ് റെൻറ്റിന് കൊടുക്കുന്ന ടീമാണ്. ഒരു 100ഓളം സെർവേഴ്സ് ഇവർ റെൻറ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ ടെക്നിക്കൽ ഗ്ലിച്ചസ് വരാൻ തുടങ്ങി. കുറേ പേർക്ക് RFID വർക്കാവാൻ തുടങ്ങി, ടിക്കറ്റ് കിട്ടാണ്ട്, ആപ്പ് വർക്കായില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. സെർവേഴ്സ് ഡൗൺ ആവാൻ തുടങ്ങി, ഡാറ്റാ സെൻറ്ററിലെ സെർവേഴ്സ് ഡൗൺ ആവാൻ തുടങ്ങി. പിന്നെ ഡൊമൈൻ കൺട്രോളേഴ്സ് ഡൗൺ ആവാൻ തുടങ്ങി. 9ഓളം ഡൊമൈൻ കൺട്രോളേഴ്സ് ഡൗണായി. അങ്ങനെയൊക്കെ വരാൻ തുടങ്ങി. എന്താ വെച്ചാൽ ഇവർ മാൽവെയറിൻ്റെ പേര് ഇവർ പുറത്ത് വിട്ടിട്ടില്ല, APT44ൻ്റെ. പക്ഷേ ഒളിമ്പിക് ഡിസ്ട്രോയർ എന്നാണ് ഇപ്പോൾ മാൽവെയറിൻ്റെ പേരിട്ടിരിക്കുന്നത്. അന്ന് ഈ ടെക്നിക്കൽ ടീം ഉണ്ടല്ലോ, ടെക്നിക്കൽ ഡയറക്ടർ എന്ന് വിളിക്കുന്ന ആളെ പേര് സാങ്ജിൻ ഓ എന്നായിരുന്നു. അയാൾ ഓടി നടന്നാണ് ഈ കാര്യങ്ങളൊക്കെ, ലൈക്ക് പരിപാടി തുടങ്ങുന്നതിന് മുമ്പ്, ഉദ്ഘാടന ചടങ്ങ് പിന്നെയും കുഴപ്പമില്ല, ശരിക്കുള്ള പരിപാടി തുടങ്ങുന്നതിൻ്റെ മുമ്പേ ഈ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയില്ലെങ്കിൽ, ഇൻഫ്രാസ്ട്രക്ചർ സെറ്റാക്കിയില്ലെങ്കിൽ പരിപാടി മൊത്തം കുഴയും. ലൈക്ക് ഒരു ആപ്പിലാണ് ഇവരുടെ ഫുഡ്, ലൈക്ക് അത്ലറ്റ്സിൻ്റെ ഫുഡ്, എവിടെ സ്റ്റേ ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും ആപ്പ് വഴിയാണ്. ഇൻഫ്രാസ്ട്രക്ചർ പൊട്ടിയാൽ ഒളിമ്പിക്സ് മുടങ്ങും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ APT44 ലൈക്ക് ന്യായം നോക്കാതെ ലൈക്ക് റഷ്യൻ താല്പര്യങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. അന്ന് ആ മാൽവെയറിന് ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ കണ്ടുപിടിച്ചത് ഒരു കൊറിയൻ കോൺട്രാക്ടറായ ആൻലാബ് എന്ന് പറഞ്ഞിട്ട്, ഒരു അപരനാമാണ്. ആൻലാബ് എന്നുള്ള പേരിലുള്ള കോൺട്രാക്ടറാണ് അന്ന് ആ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ടാക്കിയത്. ആൻറ്റി മാൽവെയർ സാധനത്തിന് പിടിച്ച് അവസാനം ഒരു ഫയൽ കണ്ടെത്തിയപ്പോൾ ആ ഫയലിൻ്റെ പേര് winlogon.exe എന്നായിരുന്നു. അങ്ങനെ ഒരു ടീമാണ് APT44. ഇതിൽ വേറെ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ എന്താ വെച്ചാൽ, ഈ നോവിച്ചോക്ക് പോയ്സണിങ് എന്ന് പറഞ്ഞൊരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. ഈ നോവിച്ചോക്ക് എന്ന് പറയുന്നത് ഈ സോവിയറ്റ് യൂണിയൻ ഉണ്ടാക്കിയൊരു നെർവേജൻ എന്ന് പറഞ്ഞ ഒരു പോയ്സൺ പോലൊരു സാധനമാണ്. അതായത് ഇത് ജസ്റ്റ് ഒരു ഡ്രോപ്പ് മേലായാൽ തന്നെ, ഡ്രസ്സിൻ്റെ മുകളിലോ ഫുഡിലോ ആയാൽ തന്നെ ആളൊരു 15 മിനിറ്റ് കൊണ്ട് തീരുമാനമാകും, മരിക്കും എന്നുള്ളതാണ് ഇതിന് കണക്ക്. ചിലരിങ്ങനെ കോമയിലൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഈ റഷ്യയിൽ പണ്ട് മിലിറ്ററിയിൽ വർക്ക് ചെയ്ത ഒരാളുണ്ടായിരുന്നു, സെർഗേയ് സ്ക്രിപ്പാൽ എന്ന് പറഞ്ഞിട്ട്. അയാൾ ശരിക്കും പറഞ്ഞാൽ UK ഒരു ഡബിൾ ഏജൻ്റ് ആയിരുന്നു. അപ്പം ഇവർ റഷ്യൻ ഏജൻസി എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇവർ UK പോയിട്ട് ഈ നോവിച്ചോക്ക് നെർവേജൻ്റ് ഇയാളെ മേലങ്ങാക്കി. ഈ നോവിച്ചോക്ക് എന്ന് പറയുന്ന നെർവേജൻ്റ് VX എന്ന് പറയുന്ന നെർവേജൻറ്റിനെക്കാട്ടും ഒരു 8-10 മടങ്ങ് കൂടുതൽ ശക്തിയുള്ള സാധനമാണ്. VX നമ്മുടെ പറയാൻ കാരണം, നമ്മളെ കിം ജോങ് ഉൻ അല്ലേ, കിം ജോങ് ഉന്നിൻ്റെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു, എൽഡസ്റ്റ് ബ്രദർ. പേര് കിം ജോങ് നാം എന്നാണ് പേര്. മൂപ്പര് ഈ കോലാലംപൂർ എയർപോർട്ടിൽ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ 2 വനിതകൾ വന്നിട്ട് ഈ VX എന്ന് പറഞ്ഞ സാധനം മൂപ്പര് മേത്തേക്കാക്കി. മൂപ്പര് 15 മിനിറ്റ് കൊണ്ട് തീരുമാനമായി. അതിനെക്കാട്ടും 8-10 മടങ്ങ് ഈ എന്താ പറയുക പോയ്സണസ് ആണ് ഈ നോവിച്ചോക്ക് എന്ന് പറയുന്ന ഈ പോയ്സൺ. അപ്പോൾ ഇയാൾ ഇവർ കൊല്ലാൻ ശ്രമിച്ചു, മരിച്ചില്ല കേട്ടോ. ഈ സെർഗേയ് സ്ക്രിപ്പാൽ എന്ന് പറയുന്ന ആളെയും അയാളുടെ ഡോട്ടറെയും, ലൈക്ക് UK സ്പൈ ആയിരുന്നു, ഡബിൾ ഏജൻ്റ് ആയിരുന്നു. പക്ഷേ അയാളെ കൊല്ലാൻ ശ്രമിച്ച്.
അപ്പോൾ ഇതിനെതിരെ ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നത് ഈ ഓർഗനൈസേഷൻ ഫോർ ദി പ്രൊഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പൺസ് OPCW എന്ന് പറയുന്ന ഈ ഒരു ടീമും പിന്നെ യുണൈറ്റഡ് കിങ്ഡംസ് ഡിഫൻസ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയും അവരുടെ ഒരു ലാബുണ്ട്. ആ ലാബും പിന്നെ ഈ പ്രൊഹിബിഷൻ്റെ കെമിക്കൽ വെപ്പൺ പ്രൊഹിബിഷൻ്റെ ടീമും കൂടിയാണ് ഇത് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത് ഈ ഒരു സ്പൈയുടെ മേലുള്ള. അപ്പോൾ ഈ APT44 എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇവർ ഈ ബ്ലാക്ക് എനർജി ഒരുപാട് മാൽവേഴ്സ് ഉപയോഗിച്ച് ഇവരുടെ വെബ്സൈറ്റുകൾ ഇവരുടെ ഇൻഫ്രാസ്ട്രക്ചർ കയറി തകർക്കാനുള്ള ശ്രമങ്ങൾ ഒരുപാട് നടത്തിയിട്ടുണ്ട്. സ്പിയർ ഫിഷിംഗ് ക്യാമ്പയിനിങ് ആണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. ഇവരുടെ ഇൻവെസ്റ്റിഗേഷനെതിരെ ഒരുപാട് സ്പിയർ ഫിഷിംഗ് ക്യാമ്പയിൻസ് അന്ന് നടന്നിട്ടുണ്ട്. അതും ഒരു ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കാതെ അതിലൊരു ന്യായം പറയാൻ പറ്റില്ലല്ലോ അല്ലേ? ശരി. റഷ്യൻ മിലിറ്ററിയിൽ വർക്ക് ചെയ്തു, UK ഡബിൾ ഏജൻ്റ് ആയിരുന്നു. പക്ഷേ റഷ്യൻ ഒപ്പോസിഷൻ ലീഡർ ഉണ്ടല്ലോ അലക്സി നവാൽനി, അദ്ദേഹത്തിനെയും ഈ പോയിസൺ ചെയ്തത് ഈ നോവിച്ചോക്ക് എന്ന് പറയുന്ന പോയിസൺ ഉപയോഗിച്ചാണെന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. അദ്ദേഹം കോമയിൽ പോയി, പിന്നെ എന്തൊക്കെയോ സംഭവിച്ചു. അപ്പം അങ്ങനെ ഇവരുടെ ഒരു നേരത്തെ പറഞ്ഞല്ലോ ബാക്കി എല്ലാവരുമായിട്ട് ഈ APT44 സെപ്പറേറ്റ് ചെയ്യുന്നത് ഈ ഒരു വൈറ്റ് സ്പെക്ട്രമാണ്. ഇവരുടെ ടാർഗറ്റ്, ഇവർ വർക്ക് ചെയ്യുന്ന രീതികൾ, ഏത് രാജ്യത്തെ ഗവൺമെൻറ്റും ഡിഫൻസോ അങ്ങനെയൊന്നുമില്ല എല്ലാം. പിന്നെ നമ്മൾ യുക്രൈൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലേ? യുക്രൈൻ്റെ യുദ്ധം, റഷ്യയുടെ കാര്യം പറയുമ്പോൾ എപ്പോഴും യുക്രൈൻ യുദ്ധമല്ല. യുക്രൈൻ്റെ യുദ്ധത്തിനൊക്കെ മുമ്പേ 2015-2016 ഇവർ ഈ യുക്രൈൻ്റെ മിനിസ്ട്രികൾ ഗവൺമെൻറ്റിനെ പിന്നെ ഈ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റുകൾ ഇൻഫ്രാസ്ട്രക്ചറിനെ പിന്നെ ഇവരുടെ ഈ എക്സ്ചേഞ്ച് ഉണ്ടല്ലോ, എക്സ്ചേഞ്ചിനെ ഇവർ കയറി അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് മാൽവേസ് അന്ന് അത്രയും മാൽവേസ് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് എനർജി, ഇൻഡസ്ട്രോയർ, കിൽ ഡിസ്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മാൽവെയർ ഒരുപാട് യൂസ് ചെയ്തു. പിന്നെ 2022 യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ ഇവരുടെ പവർ ഗ്രിഡിൽ കയറിയിട്ട്, ഈ പവർ ഗ്രിഡിൽ അറിയാലോ സ്കാഡ പോലുള്ള ഒരുപാട് ഈ ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻസാണ് യൂസ് ചെയ്യുന്നത്. ഓപ്പറേഷണൽ ടെക്നിക്സ്, അതായത് ഇൻഡസ്ട്രിയൽ കൺട്രോൾ സിസ്റ്റംസ് അല്ലേ ഇത് മൊത്തം സ്കാഡൊക്കെ അല്ലേ. അപ്പം അതിൽ മാൽവേസ് കയർത്തി വിട്ടിട്ട് ഇവർ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇവരുടെ സബ്സ്റ്റേഷൻ്റെ സർക്യൂട്ട് ബ്രേക്കറാണ് ഓഫ് ചെയ്തത്. ഇവർ യൂസ് ചെയ്ത ടെക്നിക്ക് എന്ന് പറയുന്നത് ഓപ്പറേഷണൽ ടെക്നോളജി, ഈ ലിവിങ് ഓഫ് ദി ലാൻഡ് എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, ആ ഒരു ടെക്നിക്കാണ് യൂസ് ചെയ്തത്. ഈ നമ്മുടെ മൈക്രോസോഫ്റ്റ് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ലിവിങ് ഓഫ് ദി ലാൻഡ് ഓഫ് ബൈനറീസ് സ്ക്രിപ്റ്റ് ലൈബ്രറി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതായത് വൈറ്റ് ലിസ്റ്റിംഗ് ആണ് സാധനം. നമ്മളിപ്പോൾ നോർമൽ പെർമിഷനുള്ള ആൾക്ക് പോലും ഈ ഒരു സാധനം കണ്ടുപിടിക്കാതെ മാൽവെയർ ആണെന്ന് കണ്ടുപിടിക്കാതെ വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു രീതി, അതാണ് ഈ ലിവിങ് ഓഫ് ദി ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്ത ടെക്നോളജിയുടെ പേര് ഓപ്പറേഷണൽ ടെക്നോളജി ലിവിങ് ഓഫ് ദി ലാൻഡ് ടെക്നിക്ക് എന്നാണ്. ആ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് ഇവർ ആ പവർ ഗ്രിഡ് ഓഫ് ചെയ്തത്. ഈ പവർ ഗ്രിഡ് ഓഫ് ചെയ്തപ്പോൾ തന്നെ കംപ്ലീറ്റ് പവറും ബ്ലാക്ക് ഔട്ടായി. ആ ഒരു സ്പോട്ട് തന്നെ ഈ റഷ്യൻസിൻ്റെ അത്ര മിസൈൽ വന്ന് യുക്രൈൻ്റെ മേൽ പതിച്ചു. ഒരു പവർ ഗ്രിഡ് ഒരു കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് നടക്കുമ്പോൾ തന്നെ മിസൈൽസ് വന്ന് പതിച്ചു. ഈ മാൻഡിയൻ്റാണ് അന്ന് ഇതിൻ്റെ ഇൻസിഡൻറ്റ് റെസ്പോൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. പിന്നെ അതിനുശേഷം ഈ ഒരു പവർ ഗ്രിഡ് ഫെയിലറിന് ശേഷം പിന്നെ അവർ ക്യാൻഡി വൈപ്പർ എന്ന് പറഞ്ഞൊരു മാൽവെയർ ഉപയോഗിച്ചിട്ട് മൊത്തം ഫയലുകൾ വൈപ്പ് ഔട്ട് ചെയ്തിരുന്നത്. ക്യാൻഡി വൈപ്പർ മാൽവെയർ യൂസ് ചെയ്താൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ സിയിലെ യൂസേഴ്സ് ഫയൽ ഉണ്ടല്ലോ, അതിൽ മൊത്തം ആ ഫയലുകളിൽ മൊത്തം നൾ വാല്യൂ അങ്ങ് കയറ്റിക്കളയും. അപ്പോൾ മൊത്തം ഡിലീറ്റ് ആയില്ലേ, നൾ വാല്യൂ കയറ്റി. പിന്നെ D2Z ഉള്ള ഡ്രൈവുകളിൽ പിന്നെ ഈ ഡിസ്ക് പാർട്ടീഷനൊക്കെ ഉണ്ടല്ലോ, അതിൽ മൊത്തം അങ്ങനെ നൾ വാല്യൂ കയറ്റി കഴിഞ്ഞാൽ പിന്നെ കറക്റ്റായി, ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതി. അപ്പോൾ ഇവർക്ക് APT44 ഇത്രയേ ഉള്ളൂ, റഷ്യൻ താല്പര്യങ്ങൾ സംരക്ഷിക്കണം. അപ്പം നിങ്ങൾ ആലോചിക്കുക, ഒരു യുദ്ധത്തിനിടയ്ക്ക് കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് വന്നാൽ എന്താ കഥ? ഒന്ന് തിരിച്ചൊരു റെസ്പോൺസ് കൊടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാവും. നമ്മുടെ ഈ മുംബൈ ഹൈയിൽ പവർ ഗ്രിഡ് ഓഫായൊരു സംഭവം അടുത്തല്ല ഒരു കൊല്ലത്തോളമായെന്ന് തോന്നുന്നു. അതിൽ ചൈനീസ് ഹാക്കിംഗ് ടീമാണ് അതിന് പിന്നിൽ നിന്ന് പറയുമ്പോൾ ഈ ഒരു സംഭവമാണ്. ഒരു യുദ്ധം നടക്കുമ്പോൾ ഇവന്മാർ ഈ പവർ ഗ്രിഡ് ഓഫ് ചെയ്താൽ തിരിച്ചൊരു റെസ്പോൺസ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല, ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. പവർ പോയ പിന്നെ കമ്മ്യൂണിക്കേഷൻ പോയില്ല.
അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ, ലൈക്ക് സീരിയസ് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. പിന്നെ ഇവർ ചെയ്ത വേറൊരു കാര്യം, ഈ റാൻസം വെയറിൻ്റെ പരിപാടിയുണ്ട്. അത് എല്ലാം സകലകല വല്ലവന്മാരാണ്. അതായത് നോട്ട് പെറ്റിയ എന്ന് പറഞ്ഞിട്ട് ഒരു റാൻസം വെയറിൻ്റെ ഒരു സ്ട്രെയിൻ ഉണ്ട്. പെറ്റിയ എന്നായിരുന്നു അതിൻ്റെ ബേസ് സ്ട്രെയിന്. നോട്ട് പെറ്റിയ, ബാഡ് റാബിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരുകളുണ്ടായിരുന്നു. ഓരോ സ്ട്രെയിൻ ഓരോ പേരുകളാണ്. പെറ്റിയ എന്നാണ് ഒരുവിധം എല്ലാം എടുത്തിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇവർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഈ ഹെറിറ്റേജ് വാലി ഹെൽത്ത് കെയർ സിസ്റ്റം അവർ റാൻസം വെയർ ചെയ്തു. പിന്നെ ഫെഡെക്സ് കോർപ്പറേഷൻ്റെ ഒരു TNT എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്, അവരെയും റാൻസം വെയർ ചെയ്തു. ഒരു ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറർ റാൻസം വെയർ ചെയ്ത് അയാൾക്ക് ഏകദേശം $1 ബില്യൺ അടുത്ത് നഷ്ടം സംഭവിച്ച്. അങ്ങനെ ഓരോ കാര്യങ്ങൾ. പിന്നെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ലൈക്ക് ഒരു രാജ്യത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അവർക്കത് ആക്ടിവിസം ആണെങ്കിൽ പോലും ബാക്കി എല്ലാവർക്കും അത് സൈബർ ക്രൈമാണ്. അപ്പം നമ്മളെ രാജ്യത്തിന് എന്തെങ്കിലും പറഞ്ഞു വിചാരിച്ച് തിരിച്ച് അവരുടെ വെബ്സൈറ്റിനെ ഹാക്ക് ചെയ്യുന്നത് ഒരിക്കലും, ഒരു വെബ്സൈറ്റ് എന്നല്ല, ഒരു ഇൻഫ്രാസ്ട്രക്ചറിനെ ഹാക്ക് ചെയ്യുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പം നമ്മളങ്ങനെ ചെയ്യരുതെന്നാണ് എൻ്റെ പേഴ്സണലി ഉള്ള അഭിപ്രായം. പിന്നെ എന്താ വെച്ചാൽ, ഈ APT44 മലയാളം അറിയില്ല എന്ന് ഞാനങ്ങ് വിശ്വസിക്കുന്നു. അവന്മാർക്ക് മലയാളം അറിയാൻ ചിലപ്പോൾ എന്നെ പഞ്ഞിക്കിടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നോക്കാം. പക്ഷേ ഇവരുടെ ഈ വൈഡ് റേഞ്ച് ഓഫ് ടാർഗറ്റ് ഉണ്ടല്ലോ, എല്ലാം, ഗവൺമെൻറ് ആയാലും ഡിഫൻസ് ആയാലും ട്രാൻസ്പോർട്ട് ആയാലും, ഇനി എനർജി സെക്ടറിൽ കയറിക്കോ, ഇനി എക്സ്ചേഞ്ച് കയറിക്കോ, എവിടെ ഇനി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ കയറി എന്ത് ചെയ്യണം, ഒരു രാജ്യത്തിൻ്റെ ഗതി, ഈ ഡെമോക്രാറ്റിക് ഇലക്ഷൻസ് നടക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ ഒരു ഗതിയാണ് അവിടെ നിർണ്ണയിക്കപ്പെടുന്നത്. അതിൽ വരെ കയറി ഇടപെടുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കഴിവെന്തല്ലേ. അപ്പം ഇത്രയാണ് APT44ൻ്റെ വിശേഷങ്ങൾ. ഒരുപാട് ഡീറ്റെയിൽസ് ഞാൻ ഇൻ്റർനെറ്റിൽ നിന്ന് എടുത്തതാണ്. റൂട്ടേഴ്സ്, അതേപോലെ മാൻഡിൻ്റെ, ഗൂഗിളിൻ്റെ സൈറ്റുകളിൽ നിന്ന്, പിന്നെ റൂട്ടേഴ്സ് നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ബ്ലാക്ക്ബെറിയുടെ ന്യൂസ് നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ കുറേ മാൽവെയർസിൻ്റെ പേരുകൾ എടുത്തതൊക്കെ ഓരോരോ സൈറ്റുകളിൽ നിന്നാണ്. അപ്പം നിങ്ങൾക്കിനി അത് വേറെ ഏതെങ്കിലും ടോപ്പിക്ക് കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാനത് പഠിച്ച് പറഞ്ഞിരുന്നതാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാനത് പഠിച്ച് പറഞ്ഞുതരാം.